السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. إن إبراهيم كان أمة قانتا لله حنيفا വലം യകു മിനൽ മുശ്രിക്കീൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഉർവത്തുൽ വുസ്ഖ എന്ന പ്രോഗ്രാമിലെ 6ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. 16ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 120ാമത്തെ ആയത്താണ് നാം കേട്ടത്. എന്താണതിൻ്റെ ആശയം? എന്താണതിൻ്റെ അർത്ഥം? തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങേയറ്റം ക്ഷമയുള്ളവനും ദൃഢമനസ്കനുമായിരുന്നുവെന്ന് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിന് പ്രതിഫലമുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമാണ് ക്ഷമിക്കാൻ സാധിക്കുന്നത്. സംശയമോ ആശങ്കയോ ഉള്ളവന് ക്ഷമിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ക്ഷമയും ദൃഢതയും ഉറപ്പുമുള്ളവരുമായി നാം മാറുക, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക, അള്ളാഹുവിലെല്ലാം സമർപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على رسول الله وعلى آله وصحبه أجمعين والحمد لله رب العالمين.